എനിക്കെന്താ കാര്യം എന്നല്ലേ, ആവശ്യത്തിലധികം മുസ്ലിം ചെങ്ങായിമാരുണ്ട്. പെരുന്നാൾ ഞമ്മക്കും കളറാണ്. രാവിലെ എണീക്കുന്ന എന്റെ ചെങ്ങായിയുടെ ഫോൺ വിളി കേട്ടിട്ടാ ഈ എപ്പയാ വരുന്നേന്ന്. ലാസ്റ്റ് എന്നെ കാണാണ്ട് ഓൻ തന്നെ എന്റെ വീട്ടിലേക്ക് വന്നു. പെരുന്നാളായിട്ടൊരു കൂറ ട്രാക്സും ടീഷർട്ടും ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ ഫ്രണ്ട്സ് പിന്നെ ചേച്ചിയുടെയും ഫ്രണ്ടാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ഓന്റെ വീട്ടിലേക്ക് ഇറങ്ങി. പെരുന്നാളായോണ്ട് ഓന്റെ ഓറാക്കല് ചില്ലറയൊന്നുമല്ല. ഇത് ഓന്റെ വല്യുമ്മാക്ക് സ്നേഹം മാത്രം. പിന്നെ ഓന്റെ കാക്കാന്റെ കുട്ടി മാഷാ അല്ലാ മൊഞ്ചിന്റെ കട്ട. അതിനുശേഷം 2 ക്യൂട്ട് കുട്ടികളായിരുന്നു ഫ്രെയിമിൽ. കാണുന്ന കുട്ടികളെയൊക്കെ ഒക്കത്ത് കെറ്റലാണ് ഇവളുടെ മെയിൻ പരിപാടി. അപ്പോഴേക്കും ബിരിയാണി എത്തി. ഞാനൊരു ബിരിയാണി കഴിച്ചിട്ട് 3 മാസത്തിലധികമായി. അതിന്റെ വിഷമം ഈ പെരുന്നാക്ക് തീരുകയാണ്. അപ്പോഴേക്കും ചെക്കൻ കോസ്റ്റ്യൂം മാറ്റി ചൊറുക്കായി വന്നു. വ്രതത്തിന്റെ ഹാങ് ഓവർ ആണോ എന്നറിയില്ല, ചേച്ചി എല്ലാം കൂടെ പെറുക്കിയിടുന്നുണ്ട്. ഫുഡ് അതിഗംഭീരം. പിന്നെ കുറെ കഥയൊക്കെ പറഞ്ഞ് കൊഞ്ഞനും കുത്തി ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ചെങ്ങായിയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ റഹീസിന്റെ വീട്ടിലെത്തി. ഉമ്മയും ഉപ്പയും ചെങ്ങായിമാരുമായി കുറെ നേരം കഥ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലാണ് മെയിൻ. അപ്പോഴേക്കും അടുത്ത റൗണ്ട് ഫുഡ് എത്തി. ഫുഡൊക്കെ കുറെ കണ്ടാൽ തന്നെ എനിക്ക് തല കറങ്ങും. കൂട്ടത്തിലിരുന്ന് വീണ്ടും ലേശം കയറ്റി. അതോടെ ക്ഷീണം തുടങ്ങി. 10 റൗണ്ട് ഓടിയാൽ പോലും ഇത്ര ക്ഷീണം വരില്ല. അപ്പൊ അതൊക്കെയാണ് എന്റെ പെരുന്നാൾ കഥകൾ.